Welcome all to the fourth lecture of fourth module Design and Engineering. In today's session, I will discuss about value engineering. എന്താണ് വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ മുമ്പേ? വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വാല്യൂ എഞ്ചിനീയറിംഗ് refers to a systematic method of improving the value of a product that a project produces. ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുക. അതിൻ്റെ റേറ്റ് അല്ല, ആ പ്രൊഡക്റ്റിൻ്റെ അതിൻ്റെ വിലയല്ല കൂട്ടുന്നത്, അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുക. എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു? ആ പ്രൊഡക്റ്റിൻ്റെ ഫങ്ഷനാലിറ്റിയെ ഒന്നും എഫക്റ്റ് ചെയ്യരുത്, പക്ഷേ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കുറഞ്ഞു കിട്ടണം. അപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു സ്വീകാര്യത വരും. ഓക്കെ, it is used to analyze a service, system or product to determine the best way to manage the important functions while reducing the cost. Value engineering encourages using alternative methods and materials that are less expensive and do not lower the functionality of the system, service or product. നോർമൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്താണ്? അതിന് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുക. അതിൻ്റെ ടോട്ടൽ ഫങ്ഷനാലിറ്റീനെ ഒരു തരത്തിൽ എഫക്റ്റ് ചെയ്യരുത്, പക്ഷേ ഓൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കുറക്കാൻ പറ്റും. അതാണ് ബേസിക്കലി വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. ആ പ്രൊഡക്റ്റിൻ്റെ എന്താണോ ആ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഫങ്ഷനാലിറ്റിയെ എഫക്റ്റ് ചെയ്യരുത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഒന്നുകിൽ സെയിം കോസ്റ്റിൽ കുറച്ചുകൂടെ അഡീഷണൽ ഫങ്ഷൻസ് കുറേ ഫങ്ഷനാലിറ്റി കുറയരുത്, അഡീഷണൽ ഫങ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സെയിം കോസ്റ്റ് മാറും, കോസ്റ്റ് കൂടാൻ പാടില്ല. ഓക്കെ, അതാണ് വാല്യൂ എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാല്യൂ എഞ്ചിനീയറിംഗ് റെഫേഴ്സ് ടു എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ഇംപ്രൂവ് ദി വാല്യൂ ഓഫ് എ പ്രൊജക്റ്റ് അറ്റ് ദി ലോവസ്റ്റ് കോസ്റ്റ്. The concept of value engineering begins in 1940s at a company, General Electric. What is value engineering? How can we calculate the value of a product? The value of a product can be calculated as the ratio of function to cost. You can see this equation here. Value of the product is equal to function divided by cost. So to increase the value of a product, either we have to increase the functionality without changing the cost, or we have to decrease the cost without changing the functionality, or we have to increase the functionality and decrease the cost simultaneously. അങ്ങനെ ഒരു കേസ് പോസിബിൾ ആണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ എന്താണ് ഫങ്ഷനാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതേസമയം തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് ടോട്ടൽ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിന് അത്രയും വലിയൊരു വേരിയേഷൻ ഉണ്ടാവും. ന്യൂമറേറ്റർ ടേം നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക, ഡിനോമിനേറ്റർ ടേം ഡിക്രീസ് ചെയ്യുക. അപ്പം ഈ വാല്യൂ ഓഫ് എ പ്രൊഡക്റ്റ് അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, പ്രൊഡക്റ്റിൻ്റെ മൂല്യം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇതാണ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, റേഷ്യോ ഓഫ് ഫങ്ഷൻ ടു കോസ്റ്റ്. സോ ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ്, ഐദർ വി ഹാവ് ടു ഇൻക്രീസ് ദ ഫങ്ഷനാലിറ്റി, ന്യൂമറേറ്ററിലെ ടേം ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിലെ ടേം ഡിക്രീസ് ചെയ്യണം. വി ഹാവ് ടു റിഡ്യൂസ് ദ കോസ്റ്റ്, or we have to increase functionality and decrease cost simultaneously. So a business firm can add value to a product either by cutting down on cost or improving the function. Most companies use value engineering as a cost cutting strategy where the basic function of the product is preserved, not sacrificed in the process of pursuing value improvement. The manufacturer use cheaper components that meet the product lifetime duration while preserving the basic purpose of the product to improve the value of that product. History of value engineering. The concept of value engineering started in 1940s at a company, General Electric. This was during the Second World War, when there was a shortage of raw materials
component parts and skilled labor occurs during Second World War. And the engineers at General Electric had to find alternative components and raw materials to ensure the continuity of the production process. And a group of engineers sourced for acceptable substitutes that would reduce the production cost without compromising the functionality of the product. This concept turned into a systematic process that not only reduced the cost of production but also provided better final products or better performance. And the engineers named this technique as value analysis. Then, which are the steps involved in value engineering process? There are 7 steps in implementing value engineering process. Those steps are information, function analysis, creative, evaluation, development, presentation and implementation. These steps are same as those steps or procedures used in design engineering process. അതിലുള്ള ഡിസൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക് സ്റ്റെപ്സ് ഏകദേശം സിമിലർ തന്നെ. അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് വാല്യൂ എഞ്ചിനീയറിംഗ് അനാലിസിസും ചെയ്യുന്നത്. നമുക്ക് ഓരോ സ്റ്റെപ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പ്രോസസ് ഇൻഫോർമേഷൻ. എന്താണ് ഇൻഫർമേഷൻ? ദ ഇൻഫർമേഷൻ ഫേസ് ഇൻവോൾവ്സ് ഗ്യാതറിംഗ് പ്രൊജക്റ്റ് ഇൻഫർമേഷൻ ആൻഡ് റിഫൈനിങ് ദ ഗോൾസ് ഓഫ് ദ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണ് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. ദെൻ ഡാറ്റ ഈസ് കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ് ആൻഡ് ദ ഇൻഫർമേഷൻ ഒബ്റ്റൈൻഡ് ഈസ് used to finalize the priorities of the project and areas of improvement. ഏതൊക്കെ പോയിന്റിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യാം. ദെൻ പൊട്ടൻഷ്യൽ ഇഷ്യൂസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു കൺസ്റ്റിറ്റ്വൻറ്റ് കമ്പോണൻസ് വിച്ച് ആർ എലമെൻറ്റ്സ് ടു ബി അഡ്രസ്ഡ്. ആൻഡ് ദിസ് phase also involves identifying the methods that the team will use to evaluate the progress of the project. That is the first step in value engineering process. Then in the second step, function analysis. The function analysis phase involves determining the function of the project and identifying them with a verb or noun combination for every element under evaluation. The function is defined as the set targets to be attained through the execution of an element or a set of elements. നമ്മൾ ഏത് ഫങ്ഷനാലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഓരോ കമ്പണൻറ്റിൻ്റെയും ഫങ്ഷനാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അതാണ് ഫൈനലി വാല്യൂ ആഡ് ചെയ്യുന്നത്. അപ്പം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. Then each of the identified function is analyzed to determine if there are improvements to be made and if a new function is required. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ പ്രോസസ്സിൽ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട് അതൊക്കെ സ്റ്റഡി ചെയ്യുക. അതിൽ ശേഷം ഓരോ ഫങ്ഷൻസിനെയും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക. അതിൽ ഏതിലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷനാലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പണൻസിൽ എന്തെങ്കിലും കമ്പണൻസ് ചേഞ്ച് ചെയ്തിട്ട് ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഓരോ ഫങ്ഷൻസിനെയും അനലൈസ് ചെയ്യുക. And the cost is assigned to each identified function. That is the second step, function analysis. And the third step is creative. ക്രിയേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിലൊക്കെ ഐഡിയേറ്റ് എന്ന് പറയുന്നൊരു ഫേസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഒരുപാട് മൾട്ടിപ്പിൾ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യുക. സെയിം മെത്തേഡ് ക്രിയേറ്റീവ്. ദ ക്രിയേറ്റീവ് ഫേസ് ഫോളോസ് ദ ഫംഗ്ഷൻ അനാലിസിസ് ഫേസ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് എക്സ്പ്ലോറിംഗ് ദ വേരിയസ് വേസ് to perform the functions identified in the function analysis phase. നമ്മൾ പ്രീവിയസ് സ്റ്റേജിൽ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫങ്ഷൻസ് അത് പെർഫോം ചെയ്യാനുള്ള ഡിഫറെൻറ്റ് വേസ്, പലതരത്തിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെ പറ്റിയുള്ള ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാം. ദിസ് അലൗസ് ടീം മെമ്പേഴ്സ് ടു ബ്രെയിൻ സ്റ്റോം ഓൾട്ടർനേറ്റീവ്സ് ടു എക്സിസ്റ്റിംഗ് സിസ്റ്റംസ് ഓർ മെത്തേഡ്സ് ദാറ്റ് ആർ ഇൻ യൂസ്. Brainstorming focuses people to be creative and allows them members to speculate on all possible solutions to the problem presented or alternatives to the function. The team is required to develop a
list of potential solutions to the function formulated by verb or noun combination. That is the third step. And the fourth step is evaluation. In the evaluation phase, the merits and demerits of each of the suggested solutions and alternatives from the creative phase are listed. പ്രീവിയസ് ഫേസിലുള്ള എന്താണ് സൊല്യൂഷൻസ്, ഓൾട്ടർനേറ്റീവ്സ്, നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻസും ഓൾട്ടർനേറ്റീവ്സും ഒക്കെ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. ആൻഡ് ദ ടീം ഷുഡ് ഡിസ്ക്രൈബ് ഈച്ച് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഇൻ ജനറൽ ടേംസ്. അതിലുള്ള ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും എന്താണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടാവും, അത് ലിസ്റ്റ് ചെയ്യാം. And when the disadvantages exceeds the advantages, the alternatives dropped in favor of other solid alternatives. അപ്പം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഓരോ ഫങ്ഷനാലിറ്റിക്ക് ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഓക്കെ, ആ ഓൾട്ടർനേറ്റീവ്സ് അല്ലെ ആ സൊല്യൂഷൻസ്, ആ ഓരോ സൊല്യൂഷൻസിൻ്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും ലിസ്റ്റ് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക. അപ്പം ഡീമെറിറ്റ്സ് ആണ് കൂടുതലെങ്കിൽ മെറിറ്റ്സിനേക്കാളും, ഒരു പർട്ടിക്കുലർ ആൾട്ടർനേറ്റീവ് നമ്മൾ എടുക്കുന്നു, അതിൽ മെറിറ്റ്സിനേക്കാളും കൂടുതൽ ഡീമെറിറ്റ്സ് ആണെങ്കിൽ പിന്നെ ആ ഒരു ആൾട്ടർനേറ്റീവ് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ആൾട്ടർനേറ്റീവ് ഡ്രോപ്പ് ചെയ്യുക, ബാക്കിയുള്ളതുമായിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ഇപ്പം എന്താണ്, നമ്മളിപ്പം കുറേ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചാൽ അതിൽ കുറേ എണ്ണം ഡീമെറിറ്റ്സ് കൂടുതലുള്ളതുകൊണ്ട് അവോയ്ഡ് ചെയ്യേണ്ടി വരും, ബാക്കിയുള്ള സൊല്യൂഷൻസുമായിട്ട് മുന്നോട്ട് പോകും. ആൻഡ് വെൻ ദ and the team performs a weighted matrix analysis to group and rank the alternatives, and the best alternatives are selected for consideration in the next phase. അപ്പം ബാക്കിയുള്ള ഓൾട്ടർനേറ്റീവ്സിൽ എന്ത് ചെയ്യുക, അതിനെ ഒരു മെട്രിക്സ്, ഒരു ടേബിൾ ഫോമിൽ എഴുതി അതിലുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം എഴുതി അതിനൊരു റാങ്ക് കൊടുക്കുക. അപ്പം ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് വരുന്നത്, ഏറ്റവും കൂടുതൽ മെറിറ്റ്സും ഏറ്റവും കുറവ് ഡിമെറിറ്റ്സും ഉള്ളത്, ഓക്കെ, അത്തരത്തിൽ റാങ്ക് ചെയ്ത് അപ്പം അതിലേറ്റവും ടോപ്പിൽ നിൽക്കുന്ന ടോപ്പ് പോയിൻറ്റ്സ് അച്ചീവ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് ഏതാണോ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിന് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് എന്ത് ചെയ്യുക, ആ ഓൾട്ടർനേറ്റീവ് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ പ്രോസസ്സിനെ ഡെവലപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് എ ഡെവലപ്മെൻറ്റ് ഫേസ്, ഫിഫ്ത്ത് സ്റ്റേജ്. ദ ഡെവലപ്മെൻറ്റ് ഫേസ് ഇൻവോൾവ്സ് conducting an in-depth analysis of each best alternative to determine how it can be implemented and the cost involved. അപ്പം നമ്മൾ പ്രീവിയസ് സ്റ്റേജിൽ ചൂസ് ചെയ്തിരിക്കുന്ന ഓൾട്ടർനേറ്റീവ്സ് കുറേ എണ്ണം നമ്മളവിടെ റിജക്റ്റ് ചെയ്തു. ചൂസ് ചെയ്തിരിക്കുന്ന ഓൾട്ടർനേറ്റീവ്സിനെ ഒന്നുകൂടെ നന്നായിട്ട് അനലൈസ് ചെയ്യുക. ആൻഡ് ആ അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റേജിൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അല്ലെ ആ ഓൾട്ടർനേറ്റീവ്സ് ആ പ്രൊഡക്റ്റിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. Okay, and the examination of each alternative may involve creating sketches, cost estimates and other technical analysis. അപ്പോൾ ഓരോ ഓൾട്ടർനേറ്റീവിനെ എക്സാമിൻ ചെയ്യുമ്പോഴും അതിന് എത്രത്തോളം കോസ്റ്റ് വരും, അഡീഷണൽ എത്ര കോസ്റ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെ ഫങ്ഷനാലിറ്റി ഏതൊക്കെ തരത്തിൽ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. ആൻഡ് ദ ടീം മെമ്പേഴ്സ് ഫോർമുലേറ്റ് ആൻ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ഫോർ ദ പ്രൊജക്റ്റ് വിച്ച് ഡിസ്ക്രൈബ്സ് ദി പ്രോസസ് ടു ബി ഫോളോഡ് in implementing the final recommendation. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ടീം മെമ്പേഴ്സ് ഒരു ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ഉണ്ടാക്കും ആ പ്രൊജക്റ്റിൽ, ഈ ഇന്ന ഓൾട്ടർനേറ്റീവ്സ് ഇതിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള. ആൻഡ് വിച്ച് ഡിസ്ക്രൈബ്സ് ദി പ്രോസസ് ടു ബി ഫോളോഡ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ദി ഫൈനൽ റെക്കമെൻഡേഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ നമ്മുടെ ഫൈൻഡിങ്സ് ഒക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. നമ്മൾ ഡിസൈൻ പ്രോസസ്സിലും ഡിസൈൻ തിങ്കിങ്ങിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേജ് പ്രസൻറ്റേഷൻ. ദ പ്രസൻറ്റേഷൻ ഫേസ് ഈസ് വെയർ ദ ടീം മീറ്റ്സ് വിത്ത് ദി മാനേജ്മെൻറ്റ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു പ്രസൻറ്റ് ദർ ഫൈനൽ റിപ്പോർട്ട്. അപ്പോൾ അവർ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് കിട്ടി, അതിൽ നിന്ന് ചില ഓൾട്ടർനേറ്റീവ്സൊക്കെ റിജക്റ്റ് ചെയ്തു, ബാക്കിയുള്ള ഓൾട്ടർനേറ്റീവ്സുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിലെന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. അതാണ് ഈ പ്രസൻറ്റേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ടീം ഈസ് റിക്വയർഡ് ടു പ്രസൻറ്റ് ദർ ഫൈൻഡിങ്സ് ടു ദി ഡിസിഷൻ മേക്കേഴ്സ് യൂസിങ് റിപ്പോർട്ട്സ്, ഫ്ലോ ചാർട്ട് ആൻഡ് അതർ പ്രസൻറ്റേഷൻ മെറ്റീരിയൽസ് ടു കൺവിൻസ് ദം ദാറ്റ് the final
ideas from the development phase should be implemented. And the ideas should be described in detail, including associated cost, benefits and potential challenges. അപ്പോൾ അതിൽ നമ്മൾ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഐഡിയാസ് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുക, ഇൻക്ലൂഡിങ് അതിന് വരുന്ന കോസ്റ്റ്, എത്രത്തോളം കോസ്റ്റ് ആ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം അഡീഷണൽ കോസ്റ്റ് വരും, അതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, അതും ആ ഒരു ഐഡിയ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും, ഈ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാം. ആൻഡ് ദ ഫൈനൽ റിപ്പോർട്ട് ആക്ട് ആസ് എ റെക്കോർഡ് ഓഫ് ദ ടീംസ് അക്കംപ്ലിഷ്മെൻറ്റ് ഡ്യൂറിങ് ദി സ്റ്റഡി ആൻഡ് എ സമ്മറി ഓഫ് ദി ടീംസ് ഫൈൻഡിങ്സ്. It can also act as a reference tool for the company in future projects. And the last step is implementation. ഇപ്പോൾ പ്രസൻറ്റേഷൻ കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ പ്രസൻറ്റേഷൻ സ്റ്റേജിൽ ടോപ്പ് മാനേജ്മെൻറ്റിൽ നിന്ന് ചില സജഷൻസ് ഒക്കെ വരും, ഇങ്ങനെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൂടെ, അഡീഷണൽ ചില സജഷൻസ്, അപ്പോൾ അതുകൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. Implementation of the project begins after management's approval of the team recommendation. നമ്മൾ പ്രീവിയസ് സ്റ്റേജിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ടോപ്പ് മാനേജ്മെൻറ്റ് അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇഫ് ദർ ആർ ചേഞ്ചസ് റിക്വസ്റ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ് ഓർ അതർ ഡിസിഷൻ മേക്കേഴ്സ്, ദീസ് ചേഞ്ചസ് ഷുഡ് ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദി ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ബിഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ബിഗിൻസ്. എന്തെങ്കിലും ചേഞ്ചസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ അക്കോമഡേറ്റ് ചെയ്യണം ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനിലും മുന്നേ. അപ്പം ആ ചേഞ്ചസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് ദെൻ വെൻ ഇംപ്ലിമെൻറ്റിംഗ് ദ പ്രൊജക്റ്റ് ദ ടീം ഷുഡ് എൻഷുർ ദാറ്റ് ദ പ്രൈമറി ഗോൾ ഓഫ് ഇൻക്രീസിങ് വാല്യൂ ഈസ് അച്ചീവ്ഡ്. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ സ്റ്റെപ്സും കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ഇംപ്ലിമെൻറ്റേഷനിൽ എത്തുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഇമ്പ്രൂവ് ആവും എന്നുള്ളത് ഒന്നുകൂടെ കൺഫേം ചെയ്യണം. ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ് സേവിങ്സ് ഓഫ് ദ പ്രൊജക്റ്റ് ഷുഡ് ബി ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി റെക്കമെൻഡേഷൻസ്. ആക്ച്വലായിട്ടുള്ള കോസ്റ്റ് എത്ര സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള നമ്മളൊരു കാൽക്കുലേഷൻ ഉണ്ടാവും, എന്നാലും എഗെയിൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വൽ കോസ്റ്റ് എത്രത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ കിട്ടും. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ വാല്യൂ എഞ്ചിനീയറിംഗ് പ്രോസസ്. That is, there are 7 steps: information, collecting the information, then function analysis, creating ideas, evaluation, development, presentation of the ideas, and implementation. These are the steps involved in the value engineering process. So the next class is the last class of this module, and we will discuss about concurrent engineering and reverse engineering in design. So we can conclude. Thank you.